ഹലോ എവരിവൺ. പണം മനുഷ്യനുണ്ടാക്കിയതാണ്, ദൈവം ഉണ്ടാക്കിയതല്ല. ഈ ആദ്യകാലത്ത് നമുക്ക് പണമില്ല, സമ്പത്ത് അല്ലെങ്കിൽ പണം ഇല്ലായിരുന്നു. ബാർട്ടർ സിസ്റ്റം ആണെന്ന് നമുക്കെല്ലാം അറിയാം, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യം. അതിനുശേഷമാണ് കോയിനും നോട്ടും ഒക്കെ വരുന്നത്. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി അങ്ങനെ ആയി നിൽക്കുന്നു, ഡിജിറ്റൽ മണിയായി. അപ്പൊ നമുക്കറിയാം ഇത് മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചെടുത്തേക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മറ്റ് മൃഗങ്ങൾക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അന്നന്ന് വേട്ടയാടുകയോ ഭക്ഷിക്കുകയോ ചെയ്യാൻ പോകണം, ഇര കണ്ടുപിടിക്കണം, അല്ലെ ഫുഡ് കണ്ടുപിടിക്കണം. മനുഷ്യനെ സംബന്ധിച്ചോളം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സ്റ്റോർ ചെയ്ത സാധനം പിന്നീട് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഒരു ഫെസിലിറ്റി. അതുകൊണ്ട് മനുഷ്യന്റെ ഇത് വലുതായി കഴിയുമ്പോഴത്തേക്കും, അവന്റെ ബ്രെയിൻ ഡെവലപ്പ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ കണ്ടുപിടിച്ച സംഭവമാണിത്. പക്ഷെ ഇതിനു വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. നമ്മളുടെ പ്രാർത്ഥനകളിലുണ്ട് അപ്പം തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഈ അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡാണ് അപ്പം ഉദ്ദേശിക്കുന്നത്. പണം കൊടുക്കാതെ ഫുഡ് കിട്ടത്തില്ല. അപ്പം ഇത് മനുഷ്യ സൃഷ്ടി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ച റിസൾട്ട് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ആരോഗ്യം വേണം. നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ നല്ല ഇൻപുട്ടാണ് ഔട്ട്പുട്ട്. നല്ല ഫുഡ് കഴിക്കുക, നല്ല എക്സസൈസ് ചെയ്യുക, ഇതെല്ലാം മസ്റ്റാണ്. അല്ലാതെ ആരോഗ്യം വെറുതെ പാഴ്സലായിട്ട് വരത്തില്ല. അതുപോലെ തന്നെയാണ് സമ്പത്ത്. അപ്പൊ അത് നമ്മൾ നേടിയെടുക്കുക ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങള് ദാരിദ്ര്യമുള്ള ഒരാള് അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും പ്രാക്ടീസ് ചെയ്യണ്ട. ആ ദാരിദ്ര്യം അയാൾക്ക് കൂടി വന്നോളും സ്വാഭാവികമായിട്ട്. പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. അയാൾ ഇപ്പൊ ചെയ്തോണ്ടിരുന്നാൽ മതി. അതേസമയം സമ്പത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ പഠിക്കണം, മാർക്കറ്റിന് കൂടുതൽ വാല്യൂ എടുക്കാൻ തയ്യാറാകണം, അതിനെക്കുറിച്ചുള്ള പ്രിൻസിപ്പിൾ മനസ്സിലാക്കണം. ഇതിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ സമ്പത്ത് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദാരിദ്ര്യം അട്രാക്ട് ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഇപ്പോഴത്തെ പോലെ അങ്ങ് പോയാൽ മതി. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോസും പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല, നിങ്ങൾ എൻ്റെ അടുത്തേക്കാണ് വരേണ്ടത്. നിങ്ങളുടെ അടുത്തേക്ക് എനിക്ക് വരാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആരാന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോസ് കാണുകയും യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. കാരണം നിങ്ങൾ എങ്ങനെ സമ്പത്ത് അട്രാക്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കി അത് പഠിച്ചു തുടങ്ങും. മറ്റേത് അങ്ങനെ ഒരു പഠനത്തിന് പുറകെ പോകത്തില്ല. അപ്പൊ ദാരിദ്ര്യം സ്വമേധയാ വന്ന് മൂടും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എന്താണ് പണം, എങ്ങനെയാണ് മനുഷ്യൻ അത് ക്രിയേറ്റ് ചെയ്തത്? ഇത് മനുഷ്യന്റെ ഒരു ഐഡിയയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മളിലേക്ക് ഇത് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്നും ദുരിതത്തിലായിരിക്കും. നമ്മുടെ സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്നും അവന് പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അത് താന്ന് പറക്കുന്ന ഒരു പക്ഷിയെ പോലെയാ, എന്നും പ്രശ്നമാണ്. അതേസമയം ഒരു സമ്പന്നൻ ചിന്തിക്കുന്നത് ഒരു ഉയർന്ന ലെവലിൽ പറക്കുന്ന ഒരു പക്ഷിയെ പോലെയാണ്, ഒരു വിമാനത്തിൽ നിന്ന് കാണുന്ന വ്യൂ പോലെയല്ല. അപ്പൊ അയാൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കും, മറ്റേ ക്ലാരിറ്റി കുറവായിരിക്കും. അന്നത്തെ പ്രശ്നം ഡെയിലി പ്രശ്നങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. കറണ്ട് ബില്ല് വരുന്നു, കറണ്ട് ബില്ല് അടയ്ക്കുന്നു. കറണ്ട് ബില്ല് അടച്ച് നടുവൊന്ന് നൂർത്തേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഹോളിംഗ് ബില്ല് അടിക്കുന്നു, പാലുകാരൻ നിൽക്കുന്നു. പാലിന്റെ പൈസ കൊടുത്ത് ആളങ്ങ് പോയി. പിന്നെ ഉടനെ തന്നെ പത്രക്കാരൻ വരുന്നു. പത്രത്തിന്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അടുത്ത വരുന്നു, പിന്നെ അടുത്ത വരുന്നു, പിന്നെ EMI വരുന്നു. അപ്പൊ പിന്നെ കണ്ടിന്യൂസ് പ്രശ്നങ്ങളാ. അപ്പൊ ഒന്ന് ചിന്തിക്കാൻ പോലും സമയമില്ല. കടവും കടത്തിന് മുകളിൽ കടവും. അപ്പൊ സമ്പത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയാൻ മേല, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക. അതേസമയം നമ്മൾ എല്ലാം മനസ്സിലാക്കി പഠിച്ചു കഴിയുമ്പോൾ നമുക്കിതെങ്ങനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും
നമുക്ക് ഈസി ആയിട്ട് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ മെന്റൽ സ്റ്റെബിലിറ്റി നമ്മൾ കൂട്ടുക, നമ്മളുടെ മൈൻഡ് പവർ കൂട്ടുക, നമ്മുടെ സ്കിൽസ് കൂട്ടുക, നമ്മളെ അറിവ് കൂട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പതുക്കെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഉയർന്നു പറക്കുന്ന ഒരു പക്ഷിയെ പോലെയാണ്, എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. മറ്റു നമ്മൾ എപ്പോഴും പ്രശ്നത്തിന് മുകളിൽ പ്രശ്നത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഓരോ സ്റ്റോറി ആയിട്ടും അനുഭവങ്ങളായിട്ടും നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരാൻ അവിടെ ഓരോ എക്സാമ്പിളുകൾ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. അപ്പം പ്രെയർ നമുക്ക് സയന്റിഫിക് ആയിട്ട് പറ്റും, പക്ഷെ സയന്റിഫിക് അല്ലാത്ത പ്രെയർ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. ഇപ്പൊ കൊച്ചിലോട്ട് നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, പഠിച്ചെല്ലാം നല്ലതാണെന്നില്ലല്ലോ. ഇതൊക്കെ നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളെ രക്ഷിക്കാൻ പുറത്തുനിന്ന് ആരും വരത്തില്ല, നമ്മൾ തന്നെ ഉള്ളൂ. അപ്പൊ നമ്മൾ കൂടുതൽ പഠിക്കാൻ തയ്യാറായാൽ മതി. കൂടുതൽ പഠിക്കാൻ തയ്യാറാകുക, മനസ്സിലാക്കാൻ തയ്യാറാകുക, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്യുക. അതായത് ആരെങ്കിലും പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റൈറ്റ് ട്രാക്കിൽ എത്താൻ സാധിക്കുകയില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ വാല്യൂ കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴേ ഉള്ളൂ, കൂടുതൽ വാല്യൂ കൊടുക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങുമ്പോഴേ ഉള്ളൂ നമ്മളിലേക്ക് കൂടുതൽ സമ്പത്ത് നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മേജർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ചെറിയ വരുമാനവും, മേജർ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ വരുമാനവും കിട്ടും. അപ്പൊ മേജർ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിക്കാതെ പറ്റത്തില്ല. അപ്പൊ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തയ്യാറായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ വാല്യൂ മാർക്കറ്റിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വാല്യൂ കൊടുത്താൽ മാത്രമേ ഉള്ളൂ മാർക്കറ്റ് നമുക്ക് കൂടുതൽ വാല്യൂ ഇങ്ങോട്ട് തരത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ കൂടുതൽ പണം. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് എല്ലാം മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡിഫറെന്റ് മനുഷ്യനായി മാറും. ഇപ്പം നമ്മുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തന്നെ വരും, നമ്മുടെ ജീവിത രീതി മാറും, സാഹചര്യങ്ങൾ മാറും, വ്യക്തികൾ മാറും, നമ്മളിലേക്ക് കൂടുതൽ നമ്മളുടെ ലെവലിലുള്ള ആൾക്കാർ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും. ഇതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട കാര്യമാണ്, നാച്ചുറലായിട്ട് തന്നെ സംഭവിക്കും. പക്ഷെ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ. അപ്പൊ ഇങ്ങനത്തെ വീഡിയോ കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, മനസ്സിലാക്കിയ കാര്യം അപ്ലൈ ചെയ്ത് നോക്കുക, ശരിയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ.